ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈ 24 വ്യാഴാഴ്ച കർക്കിടക വാവാണ്. നമുക്ക് മുൻപേ കടന്നുപോയ തലമുറകളെ നമുക്ക് ആരോഗ്യമുള്ള കാലം വരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബലികർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർക്കിടക മാസത്തിന്റെ കാര്യം പറയുമ്പോൾ, കർക്കിടക മാസത്തിലെ ഈ പ്രത്യേക ദിവസം ചന്ദ്രമണ്ഡലത്തിൽ നിന്നിട്ട് നമ്മുടെ പിതൃക്കൾ നമ്മുടെ പുതിയ തലമുറകളെ നോക്കിക്കാണുന്നു എന്നാണ് വിശ്വാസം. നമുക്ക് എപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രമേ കാണാൻ സാധിക്കൂ. ചന്ദ്രന്റെ ആ കാണാത്ത വശം, ആ അപ്പുറത്തെ വശമാണ്, ആ ഇരുണ്ട വശമാണ് പിതൃലോകം എന്നാണ് സങ്കല്പം. വെളുത്തവാവ് സമയത്ത് ചന്ദ്രൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയാണ് കാണപ്പെടുന്നത്. കറുത്ത പക്ഷമാകുമ്പോൾ ചന്ദ്രനും സൂര്യനും ഒരേ രാശിയിലേക്ക് അടുത്തടുത്ത് വരും. ഒരേ രാശിയിൽ കൂടി ചന്ദ്രനും സൂര്യനും വരുമ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റാതാകും. പിതൃലോകം ഈ സമയത്ത് നട്ടുച്ചയാണ്. അതുകൊണ്ട് അമാവാസി, ശ്രാദ്ധം, തർപ്പണം, ബലി പിതൃക്കളുടെ ഒരു ദിവസത്തെ മധ്യാഹ്ന ഭക്ഷണമായിട്ടാണെന്ന് സങ്കല്പം. സാധാരണഗതിയിൽ പറഞ്ഞാൽ അവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുന്നു. മനുഷ്യരുടെ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു ദിവസം. അതുപോലെ മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. കർക്കിടക മാസത്തിലെ അമാവാസി എന്ന് പറയുന്നത് ദേവന്മാർക്കും പിതൃക്കൾക്കും വളരെ വിശേഷപ്പെട്ടതും അവർ രണ്ടു കൂട്ടരും ഉണർന്നിരിക്കുന്ന സമയവുമാണ്. അതുകൊണ്ട് ദേവന്മാരുടെ സാന്നിധ്യത്തിൽ പിതൃക്കൾക്കും ബലി കൊടുക്കുന്നു എന്നൊരു പുണ്യം കർക്കിടകത്തിലെ അമാവാസിക്ക് ബലി നടത്തുമ്പോൾ കിട്ടും. കർക്കിടകത്തിലെ ഈ അമാവാസി നടത്തുന്ന ബലിതർപ്പണവും അന്നദാനവും ഒക്കെ ഒരേപോലെ പിതൃക്കൾക്കും ദേവന്മാർക്കും സ്വീകരിക്കുകയും അതുകൊണ്ട് മനുഷ്യർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിലെ ബലികർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ 7 തലമുറകൾക്ക് ചെയ്യുന്ന പിതൃയജ്ഞമാണ്. ഇതുകൂടാതെ നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും വേണ്ടി ചെയ്യുന്ന കർമ്മമാണിത്. അല്ലാതെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പിതൃയജ്ഞമല്ലിത്. പ്രാർത്ഥനയോടുകൂടി വേണം ബലിയിടാൻ. ഞാൻ എന്നാലാവും വണ്ണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ബലിക്രിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് എന്നെയും എൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കണേ എന്ന് പിതൃക്കളോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥരാണ് നമ്മുടെ അച്ഛനമ്മമാർ, അല്ലേ? നമ്മൾ ഉണ്ടാകാൻ 2 പേർ, അവരുണ്ടാകാനോ 4 പേർ, ആ 4 പേർ ഉണ്ടാകാൻ 8 പേർ, ഇങ്ങനെ മേലോട്ട് പോകും. അപ്പോൾ എത്ര പേരെ ആട്ടിക്കുറുക്കിയാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ ഒക്കെ ശരീരം തന്നെയാണ് നമ്മുടെ ശരീരം. ശരിക്കും ഈ പിതൃക്കളെ ഒക്കെ ഓർക്കുന്നതാണ് പിതൃബലി. പിതൃദോഷം എന്നത് അതികഠിനമാണ്. അത് ദൈവദോഷത്തിനേക്കാളും ഭയാനകമാണ്. കാരണം പിതൃക്കൾക്ക് നമ്മുടെ അച്ഛനമ്മമാർക്കും നമ്മളെ ശപിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സ് വേദനിക്കുകയേ ഉള്ളൂ. ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പൂജ കഴിപ്പിച്ചിട്ടും ക്ഷേത്ര സങ്കല്പങ്ങളുമായി പോയിട്ടും പ്രയോജനം ഒന്നും കിട്ടുന്നില്ല. ഇതിന് കാരണം 1 പരദേവതയെ മറക്കുക, 2 പിതൃദോഷം, 3 നമ്മുടെ സർപ്പങ്ങൾ, അവരെ സന്തോഷിപ്പിക്കുക, കാരണം ഭൂമിയിലെ അവകാശികളാണവർ. പിന്നീട് ഗ്രാമദേവതയും ദേശദേവതയും ആരാധിക്കുക. ഇവരെയൊക്കെ വണങ്ങിയിട്ട് വേണം നമ്മൾ എന്ത് ഉപാസന അനുഷ്ഠിക്കാനും എന്ത് ആധ്യാത്മിക കാര്യത്തിലേക്ക് പുറപ്പെടാനും. അതിൽ
പിതൃപൂജയ്ക്കാണ് വളരെ പ്രാധാന്യം. ശ്രദ്ധയോടുകൂടി വേണം പൂജിക്കാൻ. ശ്രദ്ധയോടുകൂടി പൂജിക്കുന്നത് കൊണ്ടാണ് അതിനെ ശ്രാദ്ധം എന്ന് പറയുന്നത്. ഭഗവാനെ പൂജിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടുകൂടി വേണം ശ്രാദ്ധം അനുഷ്ഠിക്കാൻ. ആ സമയത്ത് നമ്മുടെ കണ്ണ് നിറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, കരയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പഞ്ചമഹായജ്ഞത്തിൽ ഒന്നാണ് പിതൃയജ്ഞം. ബലികർമ്മങ്ങൾ കൊണ്ട് പിതൃക്കളെ സന്തോഷിപ്പിക്കുകയും അതുവഴി അവരുടെ മനസ്സ് നിറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഐശ്വര്യം, ശ്രേയസ്, സൗഖ്യം, സന്താന ഗുണം ഒക്കെ ഉണ്ടാകും. പിതൃദോഷം എന്നൊന്ന് ഉണ്ടാവുകയില്ല. വർഷത്തിൽ 2 പ്രധാന കറുത്ത വാവ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് തുലാമാസത്തിലെ അശ്വിനി മാസത്തിൽ വരുന്ന കറുത്ത വാവ്. രണ്ടാമത്തേതാണ് കർക്കിടകത്തിലെ കറുത്ത വാവ്. ക്രമത്തിൽ കർക്കിടക മാസം ആദ്യം വരുന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും പ്രാധാന്യം ഭാരതമൊട്ടുക്കും തുലാമാസത്തിലെ കറുത്ത വാവാണ് അനുഷ്ഠിക്കുന്നത്. തുലാമാസത്തിലെ കർക്കിടക വാവിനെ മഹാശ്രാന്തകാലം, മഹാലയപക്ഷം എന്നൊക്കെയാണ് പറയുന്നത്. പിതൃലോകം ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഈ കറുത്ത വാവിന്, ഈ കർക്കിടക മാസത്തിൽ ആർക്കെങ്കിലും ബലിയിടാൻ സാധിച്ചില്ല എങ്കിൽ തുലാമാസത്തിലെ കർക്കിടക വാവിന് ബലിയിടുന്നത് വളരെ പുണ്യകരമാണ്. ഇനി വാവ് ബലി എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പിതൃക്കൾ, നമ്മുടെ പൂർവികർ, അവർ പൂർവത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ അവർ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ മോഹങ്ങൾ, ആശകൾ തീരാതെ മരിച്ചിട്ടുള്ള ആത്മാക്കൾ അവരൊക്കെ ചുട്ടിനീറി നടക്കുന്നുണ്ടാകും എന്നാണ് സങ്കല്പം. അവരുടെ കർമ്മദോഷങ്ങളൊക്കെ തീർത്ത് അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ പ്രകൃതിയാണ് അത് നിശ്ചയിക്കുക. കുറഞ്ഞത് നല്ലൊരു ശരീരം വീണ്ടും കിട്ടാനും നല്ലൊരു ജന്മം കിട്ടാനും അതിനു വേണ്ടിയാണ് ബാഹുബലി അർപ്പിക്കുന്നത്. ആ ആത്മാക്കളുടെ കർമ്മഫലത്തിൻ്റെ ശക്തി നമ്മൾ വാവുബലി കൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്കറിയില്ല, നമ്മൾക്ക് മുന്നേ പോയവർ അവർ എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ആ പാപത്തിൻ്റെ വ്യാപ്തി എന്ന് പോകും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അനവധി കാലം, അനവധി വർഷം നമ്മൾ പിതൃയജ്ഞം അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ്. ഇനി ബലിയിടാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നോക്കാം. പൂലവാലായ്മയുള്ളവർ, മാസമുറ കഴിഞ്ഞിട്ട് 7 ദിവസം കഴിയാത്തവർ, ഗർഭിണികളായ സ്ത്രീകൾ, അവരുടെ ഗർഭകാലം 6 മാസം തൊട്ട് മുകളിലോട്ടുള്ളവർ. അപ്പോൾ 6 മാസത്തിന് മുന്നേ ഗർഭാവസ്ഥയിലും ബലിയിടാവുന്നതാണ്. മാസമുറയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ബലിയിടാവുന്നതാണ്. പിന്നീട് മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞേ ഇടാവുള്ളൂ എന്നൊക്കെ പലരുടെ തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, ആ പുലവാലായ്മ കഴിഞ്ഞാൽ നമുക്ക് ബലിയിടാവുന്നതാണ്, കർക്കിടക ബലിയിടാവുന്നതാണ്. കാരണം നമ്മളിത് പിതൃക്കൾക്ക് വേണ്ടി, പിതൃക്കളെ സങ്കല്പിച്ചു വേണ്ടി ചെയ്യുന്ന ബലികർമ്മമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഒരു പക്ഷേ നമുക്ക് ബലിയിടാൻ പോകാത്ത സാഹചര്യത്തിലാണെങ്കിൽ വീട്ടിലിരുന്ന് എങ്ങനെ പിതൃക്കൾക്ക് എങ്ങനെ ജലതർപ്പണം ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.